നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ട് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പകൽക്കാലം അവിടുന്ന് നൽകി തന്ന ആരോഗ്യത്തിനായി, സൗഖ്യത്തിനായി സ്തോത്രം. എത്രയോ പേർ കർത്താവെ പ്രയാസത്തിലും ദുഃഖത്തിലും നെടുവീർപ്പിലും ആയിരിക്കുമ്പോൾ അങ്ങേ സ്തുതിക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടൊരു പലരും ദുഃഖത്തിലായിരിക്കുന്നപ്പ, അനേകർ കർത്താവ് വെള്ളപ്പൊക്കത്തിൻ്റെ പ്രളയത്തിൻ്റെ ഭീതിയിലായിരിക്കുന്നു. അവിടുന്ന് അവരോട് മനസ്സലിയണമേ, അവിടുത്തെ ആശ്വാസത്താലും കരുതലും അവരനുഭവിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഏകാഗ്രതയോട് ജനത്തെ ഇരുത്തണം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളെ മറക്കണം. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട കർത്താവദാസൻ പാസ്റ്റർ രാജു പൂവക്കാല ആൻഡ് ഫാമിലി, ഇവിടെ ആയിരിക്കുന്ന സെൽ പാസ്റ്റേഴ്സ്, എൻ്റെ മുന്നിലായിരിക്കുന്ന ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ വളരെ പ്രാർത്ഥിക്കേണ്ട സമയമാണ് ഈ സന്ദർഭങ്ങളിൽ. കേരളത്തിനാണെങ്കിലും ഇന്ത്യയുടെ പല സ്റ്റേറ്റിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും പല പല പ്രതിസന്ധികൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിപ്പോൾ. യുദ്ധം ഒരു സൈഡിൽ കൂടെ, മറ്റു സൈഡിൽ കൂടെ പ്രളയ ദുരിതങ്ങൾ. കേരളത്തിൽ തന്നെ ഇപ്പോൾ വളരെ മഴ മാറാതെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയാൽ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ട്. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടെ ദിവസത്തിലായിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ച ചില വിഷയം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ സ്തോത്രം അതിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് കൽപ്പിച്ചതിന് ഞങ്ങൾ പോയി 200 വെള്ളിക്കാശിന് അപ്പം കൊണ്ടിട്ട് അവർക്ക് തിന്മാൻ കൊടുക്കുകയോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്, ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ അവരോട് എല്ലാവരെയും പച്ചപ്പുൽ പന്തിപ്പന്തിയായി ഇരുത്തുവാൻ കൽപ്പിച്ചു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദവാക്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. ഞാൻ ഇതിൽ കൂടെ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഇടപെട്ട വിഷയം, അവിടെ കർത്താവ് ചെയ്ത സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന വിഷയമാണ്. 5 അപ്പവും 2 മീനും 5000 പുരുഷന്മാർക്ക് തന്നെ അവിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 10,000 പേരോളം കൂട്ടാം. നമുക്ക് 10,000-ഓളം ആൾക്കാർക്ക് വീതിച്ചു കൊടുത്തത് നമ്മളിവിടെ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതല്ല ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ എന്നെ വളരെ സ്പർശിച്ച ഒരു വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് കൽപ്പിച്ചു. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നമുക്ക് ലോജിക്കിൽ അല്ലെങ്കിൽ ഒരു മാനുഷികപരമായിട്ട് ഒരിക്കലും ദഹിക്കാത്ത ഒരു വാക്കാണ് യേശു കർത്താവ് അവിടെ പറഞ്ഞത്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. 5 പേരോ 10 പേരോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരുക്കി കൊടുക്കാൻ പറ്റും. ഇതൊരു 5000 പുരുഷന്മാർ മാത്രമുള്ള ഒരു വലിയ കൂട്ടത്തിൽ യേശു കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഏതൊരു വ്യക്തിക്കും സംശയം തോന്നുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് യേശു അവിടെ പറഞ്ഞത്. യേശു എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പ്രൈസ് ദി ലോർഡ്. യേശുവിനറിയാം യേശു എന്താ ചെയ്യാൻ പോകുന്ന കാര്യം. പക്ഷേ യേശു അവർക്കൊരു ടാസ്ക് കൊടുക്കുകയായിരുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അവിടെ നമുക്ക് 3 തരത്തിലുള്ള വിശ്വാസത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത്തെ വിശ്വാസം നമ്മളിലൊക്കെ ഉണ്ടാകുന്ന വിശ്വാസം തന്നെയാണ്. രണ്ടാമത്തെ വിശ്വാസവും നമ്മളിലുണ്ടാകുന്ന വിശ്വാസമാണ്. പക്ഷേ 3-ാമത്തെ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭയത്തിനടിമപ്പെട്ടും സംശയത്തിനടിമപ്പെട്ടും ഒക്കെ ഇരിക്കുന്നത്. ഒന്നാമത്തെ വിശ്വാസം നമ്മളെല്ലാം ഉള്ള അവിടെ കാണുന്നുണ്ട്. പീലിപ്പോസ് ഇത് കേട്ടപ്പോൾ അവൻ പോക്കറ്റിൽ ഇട്ടിട്ട് പണം 200 പണത്തിന് അല്ലെങ്കിൽ വെള്ളിക്കാശ് ചെലവിട്ടാൽ പോലും ഇത്രയും ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ കഴിയുകയില്ല. സ്തോത്രം. വളരെ ശ്രദ്ധിക്കണമേ. അവൻ ഉടൻ തന്നെ അവൻ കാൽക്കുലേഷൻ നടത്തി 200 വെള്ളിക്കാശ് ചെലവിട്ടാൽ പോലും ഇത്രയും ആൾക്കാർക്ക് ആഹാരം കൊടുക്കാൻ കഴിയത്തില്ല. ശരിയായ കാര്യമാണ്. അദ്ദേഹം പെട്ടെന്ന് കൗണ്ടിങ് നടത്തി
അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കാൽക്കുലേഷൻ നടത്തും ഉടൻ തന്നെ. അയ്യോ, നമുക്ക് ഇന്ന ആളെ കണ്ടാലോ, ഇന്ന വ്യക്തിയെ കണ്ടാലോ, ഇന്ന മിനിസ്റ്ററെ വിളിച്ചാലോ, ഇന്ന MLA പോയി കണ്ടാലോ, ഇന്ന ഹോസ്പിറ്റലിൽ പോയാലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പെട്ടെന്ന് നമ്മൾ മാനുഷികമായ കാൽക്കുലേഷൻ നടത്തും. ഇവിടെ അതേപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പെട്ടെന്ന് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ടിട്ട് 200 പണത്തിന് പോലും ഇവർക്ക് ഫുഡ് മേടിച്ചാൽ പോലും തികയത്തില്ല. പിന്നെ എന്താണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദൈവമക്കളെ. നമ്മളും വിശ്വാസികളാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റേജിൽ നമ്മൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവവേദനെ സംബന്ധിച്ച് അവൻ ശിശുവായി ജനിച്ചു വീഴുന്ന മനുഷ്യൻ, അവൻ ശിശുവായി ഇരിക്കുന്നിടത്തോളം കാലം അവൻ ഭയത്തിനടിമയാണ്. ശിശുവായിരിക്കുന്നിടത്തോളം അവൻ എല്ലാ കാര്യത്തിലും സംശയമായിരിക്കും. ശിശുവായിരിക്കുന്ന കാലം അവൻ ഡിപ്പെൻഡ് ചെയ്യും, എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളൂ. പക്ഷേ ആ ശിശുവായിരിക്കാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ശിഷ്യത്വത്തിലേക്ക് എത്തണം, ആത്മീയ വളർച്ച ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ മുമ്പിൽ പിശാച് ഓടിപ്പോകത്തുള്ളൂ, നമുക്ക് ഉറച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ ഫിലിപ്പോസ് യേശുവിൻ്റെ കൂടെ നടക്കുന്നുവെങ്കിലും അവിടെ ശിശുവിൻ്റെ കാറ്റഗറിയിലാണ്. ശിഷ്യൻ എന്നാണ് പേര്, പക്ഷേ അദ്ദേഹം ശിശുവിൻ്റെ കാറ്റഗറിയിലാണ്. അദ്ദേഹം ഇപ്പോഴും യേശു ക്രിസ്തുവിൻ്റെ വചനത്തെ മനസ്സിലാക്കാനോ ഗ്രഹിക്കാനോ ഉള്ള കഴിവ് അദ്ദേഹത്തിനില്ല. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാ. നമ്മൾ ഭയങ്കര വർഷങ്ങളുടെ പാരമ്പര്യം പറയാനുണ്ട്, നമ്മൾ ഭയങ്കര പ്രസംഗകരാ, കാര്യമെല്ലാം ശരിയാ. പക്ഷേ നമ്മൾ പലപ്പോഴും ദൈവം പറയുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ ഇപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ ഫിലിപ്പോസ് ഉടൻ തന്നെ മാനുഷികമായ കണക്കൂട്ടലുകൾ നടത്തി. എന്നാൽ രണ്ടാമതൊരു വ്യക്തിയെ നമ്മൾ നോക്കിക്കോണം, അന്ത്രയോസ്. അന്ത്രയോസിൻ്റെ ആ വിശ്വാസം നമ്മളിലുണ്ട്. സ്തോത്രം. ഒന്നാമത് ഫിലിപ്പോസിന്റെ വിശ്വാസം, രണ്ട് അന്ത്രയോസിന്റെ വിശ്വാസം നമ്മളിലുണ്ട്. എന്താണ് അന്ത്രയോസ് ചെയ്തത്? അന്ത്രയോസ് ഇത് ഫിലിപ്പോസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അന്ത്രയോസ് ആ ജനത്തിന് നടുവിൽ കൂടെ നടന്നുപോയി. നടന്നു ചെന്നപ്പോൾ എന്താ കണ്ടെന്നറിയാമോ? ഒരു കൊച്ചന്റെ കയ്യിൽ ഒരു ബാഗ്. അദ്ദേഹം ചാടിക്കയറി ചോദിച്ചു, എന്താ നിന്റെ ബാഗിൽ? അവൻ പിടിച്ചു വെച്ച് കാണും. എൻ്റെ മാനസികമായിട്ടുള്ള ഒരു ചിന്തയാണ് കേട്ടോ. ചിലപ്പോൾ അവൻ പിടിച്ചു വെച്ച് കാണും. പക്ഷെ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം, ഇവൻ 3 ദിവസമായിട്ട് ഈ ജനം യേശുവിൻ്റെ കൂടെയാണ്. 3 ദിവസമായിട്ട് ഈ കൊച്ചൻ ഈ ബ്രെഡും മീനും കഴിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കും, അമ്മ കൊടുത്തു വിട്ടത് 3-ാം ദിവസം ഒരിക്കലും യഹൂദ പാരമ്പര്യം അനുസരിച്ച് പുളിച്ച സാധനങ്ങൾ കഴിക്കത്തില്ല. അപ്പവും ബ്രെഡും ഒക്കെ 2 ദിവസം 3 ദിവസം ആകുമ്പോൾ പുളിച്ചു പോകും. ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടും. അവരതിനെ ആഗ്രഹിക്കുന്നുമില്ല. പ്രത്യേകിച്ച് ഈ പൈതല് നമ്മളെ കുഞ്ഞുങ്ങളിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുത്താൽ, മോനെ കുറേശ്ശെ കഴിക്കണം, വൈകിട്ട് വരെ നിൽക്കണമെന്ന് പറഞ്ഞ് കൊടുത്താൽ അവൻ ആദ്യം തന്നെ ആ ബിസ്ക്കറ്റ് തീർക്കും. അങ്ങനെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഇവൻ എങ്ങനെ ഈ അപ്പം മാറ്റി വെച്ചുകൊണ്ടിരുന്നു? ഓക്കെ, എങ്ങനെ വായിക്കോട്ടെ. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച വേറെ വിഷയം അവിടെ ഉണ്ട്. ഈ 3 ദിവസം ഈ ജനം എങ്ങനെയാണ് യേശുവിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാതിരുന്നത്? അവർ ഭക്ഷണം കഴിക്കാതെ യേശുവിൻ്റെ കൂടെ ഇരുന്നു. അതാണ് റിയൽ ഫാസ്റ്റിംഗ്. യഥാർത്ഥമായ ഫാസ്റ്റിംഗ് അവിടെയാണ് കേട്ടോ. നമ്മൾ പലപ്പോഴും ഫാസ്റ്റിംഗ് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ ഉപവസിക്കാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ആ സന്തോഷത്തിൽ ഫുഡ് കഴിക്കാൻ മറക്കും. ഈ ഫാസ്റ്റിംഗ് എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്നത് എന്തെന്നറിയാമോ? ആഹാരം കഴിക്കത്തില്ല. എത്ര നേരമാണ്? 1 നേരമാണോ 2 നേരമാണോ 3 നേരമാണോ എന്താ നമ്മൾ ചോദിക്കുന്നത്? ഫാസ്റ്റിംഗ് ഓക്കെ, ആഹാരം മാറ്റി വെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഈ ആഹാരം മാറ്റേണ്ടത്, ഹല്ലേലൂയ, ദൈവത്തിലുള്ള സന്തോഷത്തിൽ മതിമറന്ന് ഈ ആഹാരം മാറ്റണം. നമ്മൾ ആഹാരം മാത്രം മാറ്റുന്നവരാണ്. മൊബൈൽ മാറ്റി വെക്കാറുണ്ടോ? ഫാസ്റ്റിംഗ് സമയത്ത് നിങ്ങൾ മൊബൈൽ മാറ്റി വെക്കാറുണ്ടോ? മൊബൈൽ നിങ്ങളുടെ ടൈം കവറുന്ന സാധനമാണ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മോസ്റ്റാവാണ് മൊബൈൽ. നിങ്ങളുടെ പ്രാർത്ഥിക്കുന്ന സമയം, നിങ്ങൾ വചനം വ്യാപിക്കുന്ന സമയം ഈ മൊബൈൽ ചോർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നിങ്ങൾ അക്കരയ്ക്ക് നിർത്തുന്നുണ്ടോ? ഇല്ല. രണ്ടാമത്തെ വിഷയം ഫാസ്റ്റിംഗ്. പേഴ്സണൽ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ഈ പറയുന്നത്, യഥാർത്ഥമായി രഹസ്യ ഉപവാസം നിങ്ങൾക്ക് സക്സസ് ആകണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫ്ലാസ്ക് വെള്ളവും ഒരു ഗ്ലാസും എടുത്തിട്ട് നിങ്ങൾ മുറിക്കകത്ത് കയറണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഭാര്യയോടോ ഭർത്താവിനോട് പറയണം, ഞാൻ ദിവസം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ദിവസം ഒന്നും നിശ്ചയിക്കേണ്ട കേട്ടോ, ഇരിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് അകത്ത് കയറണം. എന്നിട്ട് ആ ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് നിങ്ങൾ കണക്ട് ആകുമ്പോൾ നിങ്ങൾ ഒരു ദിവസം കയറിയത് 2 ദിവസമാകും, 3 ദിവസമാകും, 4 ദിവസമാകും. എന്താണെന്നറിയാമോ? ആഹാരം കഴിക്കാൻ നിങ്ങൾ മറക്കും.
നിങ്ങൾ ഫോൺ വിളിക്കാൻ മറക്കും, TV കാണാൻ മറക്കും, സീരിയൽ കാണാൻ മറക്കും, ആവശ്യമില്ലാത്ത വാക്കുകൾ മറക്കും, സംസാരങ്ങൾ മറക്കും. എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം. ഇത് നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മൾ എത്രയോ ഫാസ്റ്റിംഗ് കഴിഞ്ഞു, യഥാർത്ഥമായി ദൈവത്തിന്റെ സാന്നിധ്യം രഹസ്യത്തിൽ ഇറങ്ങി വരുന്ന പിതാവ് നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വന്നിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ദൈവത്തോടു കൂടെ വസിക്കുക എന്നതിൻ്റെ അർത്ഥം. ആഹാരം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. സ്ട്രെങ്ത് ഉണ്ടാകണമോ, ദൈവമായിട്ടുള്ള കണക്ഷനിലേക്ക് വരണമോ, ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഇരുന്ന് നോക്കിക്കേ. അപ്പം പറയും, പാസ്റ്റർ ഷുഗറുണ്ട്, BP ആണ്, ഞങ്ങൾക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആര് പറഞ്ഞു? ഞാൻ ഇൻസുലിൻ എടുക്കുന്ന ഒരാളാണ്. ഫാസ്റ്റിംഗ് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഷുഗർ അങ്ങോട്ട് കയറി ഹൈ ആയി വരും. പക്ഷെ എന്നാലും പിടിച്ചു നിന്ന് മുന്നോട്ട് പോകും. തല ഇറങ്ങി ചില സമയത്ത് വീഴും. സ്തോത്രം. തല ഇറങ്ങി വീഴും. ആ സമയത്താണ് ഇൻസുലിൻ പെട്ടെന്ന് എടുക്കുന്നത്. 2, 3, 4 ദിവസം കഴിയുമ്പോഴാണ് ചിലപ്പോൾ ഒരു തലകറക്കം വരുന്നത്. എന്നറിയാമോ? ശരീരത്തിൽ പ്രയാസങ്ങളുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ഫാസ്റ്റിംഗ് ചെയ്യാതിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഹല്ലേലൂയ. ഫാസ്റ്റിംഗ് ചെയ്യുന്നത് ആത്മീയ ബലം അകത്തെ മനുഷ്യന് നൽകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ റൂട്ടീനായിരിക്കണം. സ്തോത്രം. ഞാനതിൽ മടങ്ങി വരട്ടെ. ഈ പുരുഷാരം അവർ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അവർ ആഹാരം കഴിക്കാൻ പോലും മറന്നു എന്നുള്ളതാണ്. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ 3-ാം ദിവസമായപ്പോൾ തളർച്ചകൾ ഉണ്ടായി തുടങ്ങി. മനുഷ്യൻ ജഡത്തിൽ വസിക്കുന്നതാണ്. അപ്പോൾ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകാം കേട്ടോ. നമ്മളാരും ദൈവങ്ങളല്ല, നമ്മളൊക്കെ മനുഷ്യരാ. ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാം. ആ സമയത്ത് ദൈവത്തെ പരീക്ഷിക്കരുത് കേട്ടോ. എപ്പോഴും നമ്മൾ ഓർത്തോണം, വൈദ്യന്മാരെ നമുക്ക് ആവശ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആരും ദൈവത്തെ പരീക്ഷിക്കരുത്. ക്ഷീണമുണ്ടെങ്കിൽ, പ്രയാസമുണ്ടെങ്കിൽ മരുന്നെടുക്കണം, അല്ല ആഹാരം കഴിക്കണം. ഒരിക്കലും ദൈവത്തെ പരീക്ഷിക്കാൻ ശ്രമിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവർ 3 ദിവസവും ദൈവത്തോടു കൂടി ഇരുന്നത് കൊണ്ട് ആ ദൈവിക സന്തോഷം അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ അന്ത്രയോസ് എന്ത് ചെയ്യുന്നറിയാമോ? അന്ത്രയോസ് നേരെ അതിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് ഈ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ഈ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് നേരെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന അന്ത്രയോസിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അന്ത്രയോസേ, നീ എന്തുകൊണ്ട് ഈ 5 അപ്പവും 2 മീനും എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു? അപ്പൊ അന്ത്രയോസ് എന്ത് പറയുന്നറിയാമോ? അന്ത്രയോസ് പറയും, ഈ യേശുവിനെ എനിക്കറിയാം. യേശു സർവശക്തനായ ദൈവമാണ്. ഇത് സാധാരണ ഒരു ഗുരുവല്ല, ഇതൊരു പ്രവാചകൻ മാത്രമല്ല, പിന്നെയോ സകലത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവമാണ് യേശു. അത് മാത്രമല്ല, ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. എന്തുവാ? പ്രൈസ് ദി ലോർഡ്. ഈ കാനാവിലെ കല്യാണത്തിന്റെ പച്ചവെള്ളം കോരി ഒഴിച്ചിട്ട് കൊടുത്തവൾ വീഞ്ഞാക്കി കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ യേശുവിന് സകലവും കഴിയും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമുക്ക് ഉറപ്പില്ലേ? നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കലേക്ക്, സ്തോത്രം, ഈ അപ്പം കൊണ്ട് കൊടുത്തത് യേശുവിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ ഭാഷ ശരിയാകുന്നത്? അന്ത്രയോസ് യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ അപ്പം കൊണ്ട് കൊടുത്തത് യേശുവിന് ഇഷ്ടപ്പെട്ടോ? സ്തോത്രം. യേശു എന്താ പറഞ്ഞത്? നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. സ്തോത്രം. അതിന്റെ അർത്ഥം എന്തുവാ? വിശന്നിരിക്കുന്ന, ദാഹിക്കുന്ന, നീഡ്സ് ഉള്ള, ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. സ്തോത്രം. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. നിങ്ങൾ അവർക്ക് വിശപ്പ് മാറ്റ്. നിങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്ക് എന്ന ദൈവം ശിഷ്യന്മാരോട് പറയാനുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? യേശു ആഗ്രഹിച്ചത് അന്ത്രയോസ് ആ അപ്പം എടുക്കണം, മീൻ എടുത്തിട്ട് യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് കയ്യിൽ ഉയർത്തിയിട്ട് നസറേയനായ യേശുവിന്റെ നാമത്തിൽ ഇത് വർദ്ധിക്കട്ടെ എന്ന് പറയുമ്പോൾ ഈ അപ്പവും മീനും ഓൺ ദ സ്പോട്ടിൽ വർദ്ധിക്കും. എനിക്കറിയാം ഇത് ദഹിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ദഹിച്ചാൽ രക്ഷപ്പെട്ടു കേട്ടോ. ഇത് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മുടെ ഭയം മാറും. ഇത് നമ്മുടെ അകത്ത് കയറിയാൽ നമ്മൾ ആള് മാറും. ഇത് അകത്ത് കയറിയാൽ തിരുവല്ല പട്ടണം നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. ഇത് അകത്ത് കയറിയാൽ നിങ്ങളുടെ രണ്ടാമത്തെ ഒരു വാക്യം നമുക്ക് വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിക്കാമോ? 17:5. അപ്പോസ്തലന്മാർ കർത്താവിനോട് തങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. നോക്കിക്കേ, അപ്പോസ്തലന്മാർ യേശു കർത്താവിനോടൊന്ന് പറയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണമേ. എന്താ കാര്യം എന്നറിയാമോ? പറയാൻ കാര്യം, യേശു കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടപ്പോൾ, യേശു കർത്താവിൻ്റെ പ്രാർത്ഥനാ രീതി കണ്ടപ്പോൾ, യേശു കർത്താവിൻ്റെ ഫാസ്റ്റിംഗ് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവരൊന്നുമില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരെന്ത് ചെയ്തു? അവരെ ഒന്ന് നോക്കി.
നമ്മളെ നോക്കാൻ സമയം കണ്ടെത്തണം. ഫാസ്റ്റിംഗ് പ്രയറുകളൊക്കെ നമ്മളെ നോക്കാനാ, മറ്റുള്ളവരെ നോക്കാനല്ല. ഞാൻ ഒരിക്കലും ഒരിടത്ത് മീറ്റിംഗ് പ്രസംഗിച്ചിട്ട് ഇറങ്ങിയപ്പോൾ ഒരു അച്ഛൻ എന്നോട് ഒന്ന് പറഞ്ഞു, സാംപാസ്റ്റർ നല്ല മെസ്സേജാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അച്ഛാ അങ്ങനെ? അച്ഛനോട് ദൈവാത്മാവിൽ സംസാരിച്ചോ? എന്നോട് സംസാരിച്ച പോട്ടെ പാസ്റ്ററെ, ഇതിൻ്റെ അകത്തിരിക്കുന്ന ചില പുള്ളികൾക്കുള്ള ദൂതാ പാസ്റ്റർ പറഞ്ഞത്. അങ്ങനെ ചില ആൾക്കാരുണ്ട്. താങ്കളോട് വല്ലതും ദൈവം സംസാരിച്ചോ? എന്നോടൊന്നും സംസാരിച്ചില്ല, പക്ഷെ ഇവിടെ ചില പുള്ളികൾക്കുള്ള ദൂത് അങ്ങനെ ഇരിക്കുന്നുണ്ടാ ദൈവം ഒന്നും സംസാരിക്കാത്തത്. കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് നോക്കിക്കേ, അത്ഭുതങ്ങൾ സംഭവിക്കും. അന്ന് നിങ്ങളോട് സംസാരിച്ചിരിക്കും. സ്തോത്രം. എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ് അതൊക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഹല്ലേലൂയ സ്തോത്രം, ഈ ശിഷ്യന്മാർ അവരെ ഒന്ന് നോക്കി. അവർക്ക് മനസ്സിലായി അവർ വളരെ ലോ ലെവലിലാണ് സ്തോത്രം ഈ വിശ്വാസം. നമ്മൾ ആകെപ്പാടെ നോക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ നോക്കുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് ഫ്യൂവൽ ടാങ്കിൻ്റെ ഗേജ് നോക്കും. എന്താണെന്നറിയാമോ? പെട്രോൾ എത്ര ആയെന്ന് നോക്കും. തീരാറായോ? അങ്ങനെ അടുത്ത് പമ്പിൽ കയറി ഫില്ല് ചെയ്യും. ആണോ? ഗ്യാസ് സിലിണ്ടർ തീരാറായോന്ന് ഇടയ്ക്കൊക്കെ പോയി ഒന്ന് പൊക്കി നോക്കും, വെയിറ്റ് കുറഞ്ഞോന്ന് നോക്കും. ചില കാര്യങ്ങളൊക്കെ കുറവുണ്ടോ എന്ന് നമ്മൾ നോക്കും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെ ഒന്ന് ചെക്ക് ചെയ്യണം. വിശ്വാസത്തിൻ്റെ ഗേജ് കുറവാണോ കൂടുതലാണോ? വിശ്വാസം മാത്രമല്ല, നമ്മുടെ വിശുദ്ധി, നമ്മുടെ പ്രാർത്ഥന ജീവിതം, നമ്മുടെ ഉപവാസം, ഇതൊക്കെ എത്രയാണ്? ലെവൽ കുറഞ്ഞോ 2025 കൂടിയാണോ നിൽക്കുന്നതെന്ന് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥന ചെക്ക് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആരോടും പറയണ്ട, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പറയണം, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കേണ്ടവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഉപവസിക്കാൻ കഴിയുന്നില്ല കർത്താവേ, എൻ്റെ വിശ്വാസം ലോ ലെവലില്ല കർത്താവേ, അതൊന്ന് വർദ്ധിപ്പിക്കണമെന്ന് ഈ ശിഷ്യന്മാർ വന്ന് പറഞ്ഞതുപോലെ യേശുവിനോട് നിങ്ങളുടെ രഹസ്യത്തിൽ സംസാരിക്കണം. സ്തോത്രം. ഈ ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത, അവർ പുറമെ യേശുവിൻ്റെ രാത്രിയിൽ വീട്ടിൽ വന്നിട്ട് യേശുവിനടുക്ക് വന്നിട്ട് പറയും, കർത്താവേ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത്? എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കാൻ കഴിഞ്ഞില്ല? കർത്താവേ എന്തുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഒന്ന് പഠിപ്പിക്കണം. ഞങ്ങളുടെ വിശ്വാസം ലോ ലെവലാ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണം. ഇങ്ങനെ ദൈവത്തോട് അന്ന് ഫിസിക്കലി പത്രോസും യോഹന്നാനും സംസാരിച്ചെങ്കിൽ ഇന്ന് രഹസ്യത്തിൽ നിന്റെ മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ദൈവത്തോട് നീ സംസാരിച്ചിട്ട് പറയണം, കർത്താവേ എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല കർത്താവേ, എന്റെ ഉപവാസം എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഭയമാ കർത്താവേ. സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങളുടെ മുറിക്കകത്ത് ഇറങ്ങി വരുന്നുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, മാറ്റേണ്ടതിനെ മാറ്റി നിർത്തണം. നിങ്ങളുടെ സമയം കവർന്നുകൊണ്ട് പോകുന്നത് പലതുണ്ട്, അതിന് മാറ്റി നിർത്തണം. എങ്കിലേ ഈ രഹസ്യത്തിൽ കാണുന്ന പിതാവുമായിട്ട് നമുക്ക് കണക്റ്റ് ആകാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ഞാൻ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നോക്കിക്കേ, ഇവിടെ യേശു കർത്താവിൻ്റെ അടുക്ക് വന്ന് ശിഷ്യന്മാർ പറയാണ്, ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണതയുള്ള സർവശക്തനായ ദൈവത്തിന് പത്രോസേ നീ ഇങ്ങോട്ട് വന്നേ, യോഹന്നാനെ നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് തലയിലോട്ട് കൈവച്ചിട്ട് നീ ചോദിച്ചതല്ലേ, ഇന്നാ ഫുൾ വിശ്വാസം നിറയട്ടെ എന്ന് പറഞ്ഞ് നിറച്ചാൽ മതിയായിരുന്നല്ലോ. ഇല്ല, നിറച്ചില്ല. എന്താ ചെയ്തു? അടുത്ത വാക്യത്തിൽ യേശു കർത്താവ് ഒരു ഇക്വേഷൻ, ഒരു ഫോർമുല, മലയാളത്തിൽ പറഞ്ഞാൽ സൂത്രവാക്യം കൊടുത്തു. വായിച്ചേ അടുത്ത വാക്യം. അതിന് കർത്താവ് പറഞ്ഞത്, അതിന് എന്ന് പറഞ്ഞാൽ മേളിൽ ചോദിച്ചതിന് അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, കുറച്ച് വിശ്വാസം, ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. ഈ കുറച്ച വിശ്വാസം അവർ പറഞ്ഞില്ലേ, വിശ്വാസം കുറവാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവരോട് പറയാണ്, നിങ്ങളിൽ വിശ്വാസം കുറവാ, എനിക്കറിയാം. അതിനെ കർത്താവിന് കടുകുമണിയോളം, അനി അത്രയും ചെറിയ വിശ്വാസം നിങ്ങളുള്ളൂ. അതിനെക്കുറിച്ച് നമ്മൾ ഇനി കൂടുതൽ സ്റ്റഡിയും ചെയ്യാൻ പോകണ്ട. കടുമണി നിറവാണ്, അതെല്ലാം ഓക്കെ. പിന്നെ കർത്താവ് ഏതൊരു കാര്യം പറയും നമ്മൾ ശ്രദ്ധിച്ചോണം. കർത്താവിൻ്റെ ആ സിറ്റുവേഷൻ, ആ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കണക്ട് ചെയ്യും കർത്താവ്. കാട്ടത്തി അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് കാട്ടത്തിയെക്കുറിച്ച് പറയുന്നത്. ഈ കാട്ടത്തിയോട്, മല, ഈ മലയോട്. അപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് കർത്താവ് പലതും പറയും. നമ്മൾ അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ എൻസൈക്ലോപീഡിയ കയറി ചെക്ക് ചെയ്യൊന്നും വേണ്ട. സിമ്പിളായിട്ട് പറയാം, ചെറിയ വിശ്വാസം നിങ്ങളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കാട്ടത്തിയോട് വേരോടെ പറഞ്ഞു പോകാൻ പറഞ്ഞാൽ. ഇതാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ. ഇതിനകത്ത് എന്തുവാണ് ഇക്വേഷൻ?
ഇതിനകത്ത് സൂത്രവാക്യം ഇത്രയേ ഉള്ളൂ: നിങ്ങളുടെ മുന്നിൽ വരുന്നതിനോട്, നിങ്ങളുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധിയോട്, നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന നിശ്ചലമായ അവസ്ഥയോട് നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ, വിശ്വാസത്തോടെ കൽപ്പിച്ചാൽ, വിശ്വാസത്തോടെ പ്രഖ്യാപിച്ചാൽ 600-ൽ പരം വർഷം ആയുസ്സുള്ള കാട്ടത്തി, വർഷങ്ങളായിട്ട് വേരോന്നി നിൽക്കുന്ന കാട്ടത്തി വേരോടെ പറഞ്ഞു പോകുമെങ്കിൽ, കാര്യം മനസ്സിലായോ? ഇക്വേഷൻ ഇതാണ്: നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിനോട് നിങ്ങൾ പറഞ്ഞാൽ അത് വേരോടെ പറയും. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിനോട് വേര് പറഞ്ഞാൽ അത് മാറിപ്പോകും. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഈ സൂത്രവാക്യം യേശു ശിഷ്യന്മാർക്ക് കൊടുത്തു. കൊടുക്കുക മാത്രമല്ല, യേശു പലതിൽ കൂടെ കാണിച്ചു കൊടുത്തു. സ്തോത്രം. യേശു കാണിച്ചു കൊടുത്ത ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാം. യേശു പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സംഭവിക്കും. പക്ഷെ നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം നിങ്ങൾക്കൊരിക്കലും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിഷയമായിരിക്കും. നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന അസാധ്യമായിരിക്കാം. പക്ഷെ നിങ്ങൾ അതിനെ നോക്കി സാധ്യമായ കാര്യം വിളിച്ചു പറയണം. അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അതാണ് യേശു അവർക്ക് കൊടുത്ത ക്ലാസ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, യേശു കർത്താവിൻ്റെ ഓരോ അത്ഭുതങ്ങളിലും 3.5 വർഷം അവരുടെ കൂടെ യേശു നടന്ന് ചെയ്യുമ്പോൾ അവർക്ക് ഓരോ പാഠം, ലെസണാണ് ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ഈ ശിഷ്യന്മാർക്ക് ഓരോ ലെസൺ കൊടുത്തു. എന്താ ഒന്നാമത്തെ ലെസൺ? കാനാവിലെ കല്യാണത്തിന് യേശു ഒന്നാമത്തെ ലെസൺ എഴുതി കൊടുത്തു. എന്തുവാ? അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്വീൻ. മറിയ പറഞ്ഞു കൊടുത്തതാണ്, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്വീൻ. ഒന്നാമത്തെ പാഠം, കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിച്ചാൽ അത്ഭുതങ്ങൾ കാണും. ഒന്നാമത്തെ പാഠം ഇവിടെ തുടങ്ങി. ഓരോ അത്ഭുതങ്ങളിലും ദൈവം പാഠം 1, 2, 3 എന്ന് പറഞ്ഞ് നേഴ്സറി പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഇവർക്ക് ക്ലാസ് എടുത്തൽ ഒരു പാഠമാണിത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതിനോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ മാറാൻ പറഞ്ഞാൽ അത് മാറിപ്പോകും. യേശു അത് പറഞ്ഞോ? യേശു ഒത്തിരി എടുത്ത് പറഞ്ഞു. പക്ഷേ വളരെ സീരിയസ് ആയ ഒരു സ്ഥലം ഞാൻ കാണിച്ചു തന്നിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ വളരെ സീരിയസ് ആയിട്ട് യേശു പറഞ്ഞത് അതെടുത്ത് വായിക്കുന്നില്ല. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അത് ഭയങ്കര ബിസിയായ ഒരു ചാപ്റ്ററാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും കൂടുതൽ ബിസിയുള്ള ദിവസം രാവിലെ ഗദരദേശത്ത് പോയി അവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് പള്ളിപ്രമാണിയായ യായിറോസ് വന്നിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീഴുന്നു. അതിനുശേഷം യേശു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോവാണ്. കുഞ്ഞിന് പനിയായിട്ട് കിടക്കുന്നു. പോകാൻ പോകുമ്പോൾ പെട്ടെന്ന് രക്തസ്രാവക്കാരിയ സഹോദരി വന്ന് യേശുവിൻ്റെ തങ്കുലിൽ തൊടുന്നു. ഉടൻ തന്നെ സൗഖ്യമാകുന്നു. അങ്ങനെ ശുശ്രൂഷയുടെ ഒരു വലിയ പരമ്പര തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്ന് ഈ പനി പിടിച്ച കൊച്ചിനെ സൗഖ്യമാക്കാൻ വേണ്ടി യേശുവും ശിഷ്യന്മാരോട് അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് യായിറോസിന്റെ വീട്ടിൽ നാൾ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുട്ടി മരിച്ചുപോയി. കുട്ടി മരിച്ചുപോയി. പനി കൂടിയെന്നോ ഫിക്സ് വന്നെന്നോ ഒന്നുമല്ല പറഞ്ഞത്. സീരിയസ് ആണ്, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നല്ല പറഞ്ഞത്. കുട്ടി മരിച്ചുപോയി. അങ്ങനെ ഒരു വാർത്ത കേട്ടാൽ ഒരു പാസ്റ്ററായ ഞാൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? എങ്ങനെ പ്രതികരിക്കും? സഹോദര, കർത്താവ് അറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല. കർത്താവ് അറിഞ്ഞ് അല്ല, നമ്മളെല്ലാവർക്കും ഉള്ളതാണ് ഈ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ സമയം. അപ്പോൾ കുഞ്ഞിനെ എടുത്തു, നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. അല്ല, നമുക്ക് അങ്ങനെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ ചോദിച്ചെന്നറിയാവോ, യേശു ആ വാക്ക് കാര്യമാക്കിയില്ലെന്ന്. യേശു ആ വാക്ക് ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തീയതയുടെ ഒരു മെയിൻ അടിത്തറയാണ് നെവർ മൈൻഡ്. കാര്യമാക്കരുത്. നിങ്ങൾ എന്തിനെ കാര്യമാക്കുന്നോ നിങ്ങളത് പിടിമുറുക്കും. നിങ്ങൾ എന്തിനെ കാര്യമാക്കുന്നോ അത് നിങ്ങളെ പെട്ടിയിൽ അടയ്ക്കും. അത് എപ്പോഴും ഓർത്തോണം. പിശാചിൻ്റെ പരിപാടി, അവൻ ഭയപ്പെടുത്തി കൊണ്ടുവന്ന് നമ്മളെ കാര്യമാക്കിച്ചിട്ട് നമ്മളെ പേടിപ്പിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനുശേഷം അവൻ പെട്ടിയിൽ അടയ്ക്കുന്ന പരിപാടിയാണ് പിശാചിൻ്റെ പരിപാടി. ഭയമാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധം. അപ്പോൾ ഭയം കൊണ്ടുവന്നിട്ട് നമ്മുടെ വിശ്വാസത്തെ ചോർത്തും. അപ്പോൾ ഇവിടെ നോക്കുക, യേശു പറഞ്ഞു നീ കാര്യമാക്കിയില്ല. യേശു കാര്യമാക്കി നമ്മളോട് പറയുക, നീ ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തുവാണ് ഈ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്? എന്തുവാണ്? എൻ്റെ കുട്ടി മരിച്ചെന്നോ അതോ മരിച്ചില്ലെന്നോ? ഇവൻ പറയുന്ന വാക്ക് തെറ്റാണെന്നോ? എന്താണ് ഇവൻ വിശ്വസിക്കേണ്ടത്? യേശു പറയുന്നു, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാം. യേശു നേരെ മരണ വീട്ടിലേക്ക് ചെന്നു. കിലോമീറ്ററുകൾ നടന്നായിരിക്കാം ചെന്നത്. അവിടെ ചെന്നപ്പോൾ തണുത്തുറഞ്ഞ ആ ശരീരം നേരെ ശീലയിൽ പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. ചലനമില്ലാതെ കെട്ടിയിരിക്കുക. അവിടെ നോക്കിക്കേ, അവിടെ കരയുന്നവർ ഇഷ്ടം പോലുണ്ട്. ആരവാരവും കരയുന്നവരെയും
യേശു കർത്താവ് പുറത്താക്കി. ഒരു വീട്ടിൽ നടക്കാത്ത സംഭവമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കല്യാണം ഇവിടെ അല്ല, അവിടെ യേശു ചോദിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ആരവാരവും കരച്ചിലും? അച്ഛാ, മരണ വീട്ടിൽ പിന്നെ കരയല്ലാതെ നൃത്തം ചെയ്ത് ആരാധിക്കണോ? മരണ വീട്ടിലുണ്ടാകുന്ന സയൻസ് അല്ലേ അതൊക്കെ? ഒരു മനുഷ്യൻ മരിച്ചാൽ, ഒരു കുട്ടി മരിച്ചാൽ അവർ വാവിട്ട് നിലവിളിക്കും. ഇന്നലെ കണ്ടില്ലേ ആ രാജേഷ് എന്ന് പറഞ്ഞ ആ മുരളിയുടെ ബോഡി കൊണ്ടുവന്നപ്പോൾ അവിടെ മാറത്തടി നിലവിളിച്ച് കരയാണ്. അപ്പോൾ മരണ വീട്ടിൽ കരച്ചിലുണ്ടാകും. അങ്ങനെയാണെങ്കിൽ എന്തിന് യേശു അങ്ങനെ ചോദിച്ചു? നോക്കിക്കോണം, യേശു കർത്താവ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങള് അത് കാട്ടത്തി പോലുള്ള വിഷയമാണെങ്കിലും മഹാപർവ്വതമുള്ള വിഷയമാണെങ്കിലും നിങ്ങൾ അതിനെ തള്ളിക്കളയണം. ഒന്നാമതായി റിജക്റ്റ് ചെയ്യണം. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണിത്. നമ്മളെ പിശാച് ഭയപ്പെടുത്താൻ, വിഷാദ രോഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ പിശാച് ഇങ്ങനെ അമ്പുകൾ അയച്ചുകൊണ്ടേയിരിക്കും. വ്യക്തികളിൽ കൂടെ, മെസ്സേജുകളിൽ കൂടെ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. യേശു എന്ത് ചെയ്തു? ഒന്നാമത് റിജക്റ്റ് ചെയ്തു. അവൻ അതിനെ കാര്യമാക്കിയില്ല. ഒന്നാമത്തെ പടി കാര്യമാക്കരുത്. രണ്ടാമത്തെ പടിയിലേക്ക് പോയി. എന്താ അറിയാമോ? വീട്ടിലോട്ട് ചെന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയല്ലായിരുന്നു. വിശ്വാസത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി നമ്മൾ വെളുപ്പുണ്ടെന്നുണ്ടെങ്കിൽ പിശാച് കൊണ്ടതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല, അതിനെ തള്ളിക്കളഞ്ഞു. ഇവിടുന്ന് ആരവാരവും കരച്ചിലും പുറത്താക്കാൻ പറഞ്ഞു. അവരെ പുറത്താക്കി. ഒരു മരണ വീട്ടിലും കാണാത്ത സംഭവമാണ് അവിടെ കണ്ടത്. അവരെല്ലാം അതിശയിച്ച് പുറത്തിറങ്ങി നിൽക്കുകയാണ്. ഇവൻ എന്തോ ഗുരുവാണ്, ഇതൊരു പ്രവാചകനാണോ? ഇങ്ങനെയുള്ള പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളൊക്കെ അങ്ങനല്ലല്ലോ, ഒരു പാസ്റ്ററും അങ്ങനെ ചെയ്യത്തില്ല. യേശു എന്ന സർവശക്തനായ ദൈവം പറഞ്ഞു, കരച്ചിലും ആരവാരവും പുറത്ത്. സ്തോത്രം. ഇവർ പുറത്തിറങ്ങി പുറപുറത്തോട് നിൽക്കുമ്പോഴാ യേശു അടുത്ത സെന്റൻസ് പറയാണ്, കുട്ടി മരിച്ചിട്ടില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതി വെച്ച് എന്നറിയോ? അവരോ അവനെ പരിഹസിച്ചു. നമ്മുടെ കർത്താവിനെ ഈ പുറത്തിറക്കി നിൽക്കുന്നവർ പരിഹസിച്ചു. എന്താ കാര്യം എന്നറിയാമോ? ഈ സംഭവം ഇങ്ങനെ കേട്ടിട്ടില്ല ആരും. എപ്പോഴാ അടക്കം, എപ്പോഴാ എടുക്കുന്നത്, നിയമിച്ച് കല്യാണം കഴിക്കുന്നത് തെറ്റാണോ ശരിയാണോ ചോദ്യങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങൾ ഇഷ്ടപ്രകാരം ഒരു പെണ്ണിൻ്റെ പുറകെ പിറക്കൻ്റെ പുറകെ പോയാൽ ഒരു കാര്യം ഓർത്തണം, ദൈവം അതിന് ഉത്തരവാദിയല്ല. നിങ്ങളുടെ ലൈഫിൽ ദൈവം ഉത്തരവാദിയല്ല വരുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങൾ സെലക്ട് ചെയ്ത്. നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ ലവ് അടിച്ചു കെട്ടി, ദൈവമായിട്ടുള്ള ബന്ധമൊന്നും അല്ലത്. അപ്പോൾ എപ്പോഴും ഓർത്തോണം, പ്രേമിച്ച് കെട്ടുന്നത് ശരിയാണോ? ഓരോരുത്തരോട് പറഞ്ഞു, ഷാരോനിലെ ഒരു മോനെ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കോട്ടെ. ഞാൻ ഷാരോനിലെയോ ചർച്ചക്കൂടിലെയോ ഏജിലോ നിങ്ങൾ എവിടെ വേണം കെട്ടിക്കോ, പക്ഷെ ദൈവമല്ലല്ലോ സംഘടിപ്പിച്ചത്, നീ തന്നെ ഒപ്പിച്ചതല്ലേ. അപ്പോൾ ആ ദൈവമാണ്, നീയാണ് ഉത്തരവാദി. എപ്പോഴും ഓർത്തോണം. ഞാൻ പെട്ടെന്ന് എൻ്റെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞ കർത്താവ്, ഞാൻ പറഞ്ഞ കർത്താവ് റീലായ ഞാൻ പോയി പ്രേമിച്ച് കെട്ടിയൊന്നുമല്ല. ഞാൻ ഭോപ്പാൽ ഇപ്പോൾ ഒരു വർഷം കണ്ടിട്ടില്ല. ഇതൊക്കെ വലിയ സംഭവം കേട്ടോ, ദൈവത്തിൻ്റെ പരിപാടിയായിരുന്നു. എന്നോട് കർത്താവ് പറഞ്ഞു, ഈ ഒറ്റ വാക്കാ പറഞ്ഞേ, നെവർ മൈൻഡ്, നീ കാര്യമാക്കരുത്. കാര്യമാക്കിയാൽ നിന്റെ ഭാര്യ പെട്ടിയിലാവും. ദൈവമക്കളെ, അന്ന് നമുക്ക് 35 വയസ്സാണ്, ഇന്ന് നമുക്ക് 46 വയസ്സുണ്ട് കേട്ടോ. അന്ന് ദുബായ് വെച്ച് ഞാൻ എന്നോട് കർത്താവ് നെവർ മൈൻഡ് പറഞ്ഞു. ഞാൻ ചാടി എറിയോടി കർത്താവ് പറഞ്ഞു കാര്യമാക്കണ്ട. അവൾ പറഞ്ഞു ഞാൻ കാര്യമാക്കുന്നുണ്ട് പറഞ്ഞു. ഞങ്ങൾ കാര്യമാക്കിയില്ല, പക്ഷേ മമ്മി ഞങ്ങളുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു. മമ്മി പറഞ്ഞു, മോനെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അല്ല നീ കൊണ്ടുപോയില്ല ഞാൻ കൊണ്ടുപോകും. മാതാവാണ്, സ്നേഹം കൊണ്ട് പറഞ്ഞു പോയി കേട്ടോ. പക്ഷേ മമ്മിയുടെ നിർബന്ധം സഹിക്കാതെ ദുബായ് NMC ഹോസ്പിറ്റലിൽ എൻ്റെ വൈഫിനെയും മമ്മിയും ഞങ്ങൾ 3 പേരോട് പോയി. അവിടെ ചെന്നവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അതെ തലയിൽ സ്തോത്രം കൊളസ്ട്രോൾ ഗ്രോത്താണ്, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമായി, കൊളസ്ട്രോൾ ഗ്രോത്ത് ആണല്ലോ, അതങ്ങ് പൊയ്ക്കോളും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പുറത്ത് എന്നെ വിളിച്ച്, സാമുവൽ പ്ലീസ് കം ഹിയർ എന്ന് പറഞ്ഞു. എൻ്റെ ഒഫീഷ്യൽ നെയിം സാമുവലാണ്. അവർ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു, അവർ താഴോട്ട് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, അത് കൊളസ്ട്രോൾ ഗ്രോത്ത് അല്ല, അത് ട്യൂമറാണ്, തലയിൽ 5 ട്യൂമറാണ്. നിങ്ങൾ ഈ പുറത്ത് കാണുന്ന തലമുടിക്ക് താഴെയാണ്, പക്ഷേ തലച്ചോറിനകത്ത് 3 തൊട്ട് 5 സെൻറ്റിമീറ്റർ വരെ ഗ്രോത്ത് ഉണ്ട്. നിങ്ങളുടെ ഭാര്യ 5 ട്യൂമറിൻ്റെ ആ തലയെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും ഒരു ഹോപ്പ് ഞാൻ തരുവാണ്. ഒരാഴ്ചക്കുള്ളിൽ ഇത് തലമുടിക്ക് മുകളിലോട്ട് വളരുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം, തലയോട്ടി ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യണം. പക്ഷേ 1% പോലും ഹോപ്പില്ലെന്ന് പറഞ്ഞു. ദൈവമക്കളെ, എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം തീയിട്ടിട്ട്, എൻ്റെ ഭാര്യയോ അമ്മയോ ഇതൊന്നും അറിയുന്നില്ല. ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ച വാച്ച് ചെയ്തു, തലയിലെ മുഴ വളരുന്നുണ്ടോ. നിങ്ങൾക്കറിയാമോ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തലമുടിക്ക് മുകളിലേക്ക് ആ മുഴ വളർന്നു. അതിൻ്റെ അർത്ഥം അതികഠിനമായ രീതിയിൽ അത് അകത്ത് വളർന്നു കഴിഞ്ഞു.
ഞാൻ മുറി അടച്ച് വീണ്ടും അകത്ത് കയറി. അവരോടൊന്നും സംസാരിച്ചില്ല. ഞാൻ എൻ്റെ ദൈവമായിട്ട് മാത്രം ഞാൻ സംസാരിക്കുന്ന ഈ വിഷയം. ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ ഭാര്യയ്ക്ക് തലയിൽ മുഴ വളരുന്നു. എൻ്റെ കർത്താവ് എന്തോ പറഞ്ഞ് കാര്യമാക്കേണ്ടെന്നല്ലേ പറഞ്ഞ്? കർത്താവ് എന്തോ പറഞ്ഞ് ഒരു വിഷയമില്ലെന്ന് എനിക്ക് പറ്റത്തില്ല. ഡോക്ടേഴ്സ് കാര്യമാക്കി. ഞാൻ ആകപ്പാടെ തകർന്നിരിക്കുക. എന്നോട് സംസാരിക്കണം. വീണ്ടും കർത്താവ് പറഞ്ഞു, കാര്യമാക്കണ്ട. നീ കാര്യമാക്കിയാൽ ആ പ്രശ്നം നിന്നെ വിഴുങ്ങും, നിന്റെ കുടുംബത്തെ വിഴുങ്ങും. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഞാൻ ഈ മുറി വിട്ട് പുറത്തു പോകത്തില്ല. എന്നോട് കർത്താവ് വ്യക്തമായി സംസാരിച്ചേല് ഞാൻ പുറത്തു പോകത്തുള്ളൂ പറഞ്ഞു. അപ്പോൾ എന്നോട് കർത്താവ് സങ്കീർത്തനമാണ്, നീ ഭിന്നാകാരമായിരുന്നപ്പോൾ, ഒന്നുമില്ലാതിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു, നിന്റെ ഭാര്യയെ കണ്ടു. നിന്റെ ഭാര്യ എന്ന് ജനിക്കും, നീ എന്ന് ജനിക്കും. നിന്റെ ഭാര്യ എന്ന് മരിക്കും, നീ എന്ന് മരിക്കും. എത്ര കുഞ്ഞുങ്ങളുണ്ടാകും, നിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഈ പുസ്തകം എവിടാ നിനക്കറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. അത് എൻ്റെ കയ്യിലാണ്. അത് എടുത്തു മാറ്റിയിട്ട് നിന്റെ ഭാര്യയുടെ ആയുസ്സിനെ വെട്ടിത്തിരുത്തി 35-ാമത്തെ വയസ്സിൽ പെട്ടിയിലാക്കാൻ പറ്റുന്ന ഒരു ശക്തിയുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? നീ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. ഇതാ പറഞ്ഞ്, നീ പ്രഖ്യാപിച്ചാൽ, നീ വിശ്വാസത്തോടെ പറഞ്ഞാൽ മരണകരമായതുപോലും അത് മാറിപ്പോകും. ഞാൻ എൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ യേശുവിൻ്റെ മന്ദിരമാ, ഞങ്ങളുടെ മേൽ യേശുവിന് മാത്രം അധികാരം. ഒരു പൈശാചി ശക്തിയുടെ അധികാരമില്ല, ഒരു രോഗബന്ധനത്തിനും ഞങ്ങളുടെ മേൽ അധികാരമില്ല. ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞങ്ങൾ ജീവിക്കും. ആമേൻ. ദൈവമക്കളെ, ഈ പ്രഖ്യാപനം നിങ്ങൾക്കറിയാമോ? മരണത്തെ നീക്കി. പിറ്റേ ദിവസം വെള്ളിയാഴ്ച, സഭായോഗം വെള്ളിയാഴ്ച, നിങ്ങൾക്കറിയാം, ഇവിടെ സൺഡേ സ്കൂളിൽ പോകാൻ വേണ്ടി എൻ്റെ ഭാര്യ 7 മണിക്ക് ബാത്റൂമിൽ ഇരിക്കുന്ന സമയം, കുഞ്ഞുങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിലോട്ട് പോകാൻ പോവുകയാണ്. പെട്ടെന്ന് ബാത്റൂമിനകത്തൊരു നിലവിളി ഉയർന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ബാത്റൂമിൽ കൊട്ടി. ബാത്റൂം തുറക്കുന്നില്ല. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു അലർച്ച കേട്ടു. കറണ്ടടിച്ച് വീണതാണോ എന്താണെന്നറിയത്തില്ല. ഞാൻ റീന എന്ന് പറഞ്ഞ് ഇടിക്കുകയാണ്. ഞങ്ങളുടെ വീട് ഒരു മരണ വീട് പോലെ. എന്ന് പറഞ്ഞാൽ വല്ലാത്ത കുഞ്ഞുങ്ങൾ നിലവിളിച്ച് കരയുന്നു. വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഡോറ് തുറന്ന് പുറത്തു വന്നു. നമ്മുടെ ഇവിടുത്തെ കൊണ്ട് പ്ലാസ്റ്റിക് ഡോറല്ല, അത് സ്ട്രോങ് ഡോറാ. നമ്മൾ ഇടിച്ചാലും തുറക്കാൻ പറ്റത്തില്ല. ആ സ്ട്രോങ് ഡോർ തുറന്നിട്ട് പുറത്തു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്തുവാടി? കണ്ണു വീഴ്ച. നീ എന്ത് പറ്റി നിനക്ക്? കറണ്ട് അടിച്ചോ? ഇല്ല സാമച്ച, ബാത്റൂമിനകത്ത് കൊല്ലിയാൻ മിന്നി. ഞാൻ പറഞ്ഞു, ബാത്റൂമിൽ കൊല്ലിയാൻ മിന്നിന്നോ? ഇവിടെ പുറത്തൊരു കൊല്ലിയാനും മിന്നിയില്ലല്ലോ. ഇവിടെ ഒരു ഇടിയും വെട്ടിയില്ലല്ലോ. ഒരു മഴയില്ലല്ലോ. ദുബൈയിൽ അങ്ങനെ മഴയൊന്നും പെയ്യുന്ന കാലമല്ല. ഞാൻ പറഞ്ഞു, ഇവിടെ മഴയില്ല, ഇവിടെ കൊല്ലിയാനില്ല, പിന്നെ നിനക്കങ്ങനെ ബാത്റൂമിൽ? സാമച്ച, നോക്കിക്കേ, എന്റെ തലയിലോട്ട് നോക്കിക്കേ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നുള്ള ശബ്ദം അവിടെ ഇടിമുഴക്കം പോലെ ആ ബാത്റൂമിൽ അവൾ കേട്ടത്. ഓൺ ദ സ്പോട്ടിൽ തലയിലെ 5 മുഴകളും കരിഞ്ഞുപോയി. നീ പറഞ്ഞാൽ അത് ചലിക്കാൻ തുടങ്ങും. നീ പറഞ്ഞാൽ ചലിക്കാൻ തുടങ്ങും. ഡോക്ടർമാർ പറഞ്ഞില്ല, ഒരിക്കലുമില്ല, ഇതിന് മരുന്നില്ല എന്ന് ഡോക്ടർമാർ പറയുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ഇല്ല, ഇന്ന് നീ വാ കൊണ്ട് പറഞ്ഞാൽ അത് ചലിക്കാൻ തുടങ്ങും. ഇത് ജീവിതത്തിന്റെ അനുഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞേ. ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വാക്യത്തിലേക്ക് മടങ്ങി വന്ന് അവസാനിപ്പിക്കാൻ സമയമായി. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമോ? നമ്മൾ 2ാമത്തെ ലെവലിൽ നിൽക്കുക. ഒന്ന് പീലിപ്പോസിന്റെ ലെവലിൽ നിൽക്കുക. എന്തുവാ? മാനുഷികമായ കണക്കൂട്ടിൽ. 2ാമത്തെ ലെവല് യേശുവിനെല്ലാം കഴിയും. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. യേശുവിനെല്ലാം കഴിയും. യെസ്. ശിശുവായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ചിന്തയാണ് യേശുവിനെല്ലാം കഴിയും. എന്നാൽ ആ ശിശു എന്ന പദവി നിന്ന് ശിഷ്യത്വത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ യേശുവിനെല്ലാം കഴിയും, ശരിയാണ്. പക്ഷെ എന്നിൽ കൂടെ യേശുവിനത് ചെയ്യാൻ കഴിയും. ഞാൻ പറഞ്ഞാൽ അത് ചലിക്കും. ഞാൻ കൈവച്ചാൽ ആ വ്യക്തി എഴുന്നേറ്റ് വരും. ദൈവമക്കളെ, അതാണ് യേശു അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചത്. യേശു അവരെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടുപോകാനല്ല ആഗ്രഹിച്ചത്. അവരോട് കർത്താവ് പല ടാസ്ക് ഇട്ട് കൊടുത്തു നോക്കി. എന്തുവാ? വലിയ ഇളക്കം, കടലിളകി, തിരമാല ഇളകി വന്നു. ഹല്ലേലൂയ. ആ ബോട്ടിൽ കർത്താവ് ഉറക്കം നടിച്ചു. എന്തിനാ ഉറക്കം നടച്ചെന്നറിയാമോ? ഈ സൂത്രവാക്യം യൂസ് ചെയ്യാനാ. എന്തിനാ? എഴുന്നേറ്റിട്ട് പത്രോസ് പറയാണ്, കാറ്റേ, കടലേ, ശാന്തമാക എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ ശാന്തമാകും. അതിലേക്ക് അവർ കയറുന്നില്ല. നമ്മളും കയറുന്നില്ല. നമ്മൾ ഇപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക. കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് പകർന്നിരിക്കുന്നത് അന്യഭാഷ പറഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. പിന്നെയോ, നമ്മുടെ നാവിലൊരു അധികാരമുണ്ട്. നീ പറയുന്നത് ചലിക്കാൻ തുടങ്ങും. നീ പറയുമ്പോൾ കാട്ടത്തി പോലെ വർഷങ്ങൾ പഴക്കമുള്ളത് മാറിപ്പോകും. നിന്റെ പാരമ്പര്യം മാറും. നിന്റെ രോഗബന്ധനങ്ങൾ മാറിപ്പോകും. പൈശാചിക പോരുകൾ നിന്റെ ഭവനം വിട്ടു മാറും.
ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശു കർത്താവ് അവരെ കാണിച്ചു കൊടുത്തെന്നറിയാമോ? ആ മരിച്ചു കിടന്ന കൊച്ചിന് അവൻ ഉറങ്ങുക എന്ന് പറഞ്ഞിട്ട് ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. സ്തോത്രം. ആ കുഞ്ഞിൻ്റെ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നോക്കിക്കേ, മുന്നിൽ കിടക്കുന്ന അസാധ്യത്തെ എങ്ങനെ യേശു എഴുന്നേൽപ്പിച്ചത്? വാ കൊണ്ട് പറഞ്ഞു. നമ്മൾ വാ കൊണ്ട് പറയുമ്പോൾ ചലിക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ വാ കൊണ്ട് പറയുമ്പോൾ നമ്മൾ കാണാത്ത ചില മണ്ഡലങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ എന്നെ ശുദ്ധീകരിക്കണേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കണ്ണുകൊണ്ട് കാണാത്ത ആ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നില്ലേ? യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ പിശാച് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ബൈൻഡിന്, പിശാചിന്റെ കെട്ടിയിരിക്കുന്ന കെട്ടിന് പരിശുദ്ധാത്മാവ് പറഞ്ഞ് കത്തിച്ചു കളയുന്നു. അത് നിനക്ക് കണ്ണുകൊണ്ട് കാണത്തില്ല. കണ്ണുകൊണ്ട് കാണത്തില്ല. പണ്ടെല്ലാം കണ്ണുകൊണ്ട് കാണാമായിരുന്നു. ദാവീദും ഗോലിയാത്തും യുദ്ധം ചെയ്തു. ഗോലിയാത്തിനെ വെട്ടി താഴെയിട്ടു. അമാലേക്യ ശക്തികളെ യോശുവ വെട്ടിയിട്ടു, മോശ വെട്ടിയിട്ടു, ഏലിയാവ് വെട്ടിയിട്ടു. എല്ലാം ശരിയാ. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഇന്ന് കണ്ടുകൊണ്ടൊന്നും കാണത്തില്ല. ഇന്ന് കണ്ണുകൊണ്ട് കാണാത്തൊരു പവറാണ് നമുക്ക് നേരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാത്ത ഈ അത്യന്ത ശക്തി നമ്മളിൽ കൂടെ വ്യാപരിച്ച് ചിലത് സൗഖ്യമാകട്ടെ എന്ന് പറയുമ്പോൾ പിശാച് ബന്ധിച്ചിരിക്കുന്നതിന് അഴിച്ചു പോകുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി, കവർന്നെടുക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം, പിശാച് കവർന്നോണ്ട് പോയതിന് മടങ്ങി വരട്ടെ എന്ന് പറയുമ്പോൾ ആ ബലവാനെ പിടിച്ചു കെട്ടി ആ കവർന്നെടുക്കുന്ന ദൈവത്തിൻ്റെ അനുഭവം. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ, കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വിശപ്പ് മാറ്റണം. മറ്റുള്ളവരെ ഏൽപ്പിക്കുകയല്ല, നമ്മൾ ബെഗ് ചെയ്യുകയല്ല. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്? അവരവിടെ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു, യേശുവെ സൗഖ്യമാക്കണമേ, യേശുവെ സൗഖ്യമാക്കണമേ പ്രാർത്ഥി. അല്ല, യേശുവിൻ്റെ നാമത്തിൽ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. കണ്ടോ വിശപ്പ് മാറ്റിയ? കണ്ടോ അവർ വിശപ്പ് മാറ്റുകയാണ് യേശുവിൽ കൂടെ. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ തീരുമാനിക്കണം, എൻ്റെ നാവിലൊരു അധികാരമുണ്ട്. അതെൻ്റെ അധികാരമല്ല, യേശു എനിക്ക് നൽകി തന്ന അധികാരം, ദൈവത്തിൻ്റെ ആത്മാവിൽ വസിക്കുന്ന അധികാരം. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവിടെ ചലിച്ചുകൊണ്ടിരിക്കുക. ചില രോഗങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളെ സ്പർശിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പറഞ്ഞു, കർത്താവേ നിങ്ങളെ വാഗൊണ്ട് പറയണം. മറ്റുള്ളവരെ നിങ്ങളെ കൈവെക്കുന്നതിനേക്കാളും അധികമായിട്ട് ആ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഇന്ന് വരെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ വേദനകൾ മാറാൻ പോവുക. നിങ്ങൾ പറ, ഇല്ല നിനക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല പിശാചേ, നിനക്കെന്നെ രോഗമായിട്ട് ബന്ധിക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ട് നീ മരുന്ന് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക. പറ, നിങ്ങൾ വാഗൊണ്ട് പറ, നിനക്കെന്നെ ബന്ധിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ പറയുമ്പോൾ ചലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ തലമുറ കെട്ടപ്പെട്ട് കിടക്കുകയാണോ? കുടുംബത്തിൽ പ്രശ്നങ്ങളാണോ? അനേകർ തകർന്നിരിക്കുകയാണോ? കുഞ്ഞുങ്ങൾ മാരക രോഗത്തിലാണോ? സാമ്പത്തിക ബാധ്യതയിലാണോ? എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങൾ വാഗൊണ്ട് പറയുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങും. ഞങ്ങളെ തൊടാൻ പിശാചിന് അധികാരമില്ല. ഞങ്ങളെ തൊടാൻ പിശാചിന് അധികാരമില്ല. യേശുവിന്റെ നാമത്തിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. In the name of Jesus, hallelujah. പരിശുദ്ധാത്മാവ് ചില കെട്ടുകൾ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുക. കവർന്നോട്ട് പോയതിന് പരിശുദ്ധാത്മാവ് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുക. ഓ ഹല്ലേലൂയ. ആത്മാവിന്റെ അത്യന്തമായ ശക്തി നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഡാർക്ക്നെസ് സ്പിരിറ്റ്, ദൈവാത്മാവ് വ്യക്തിയെ വിളിച്ച് പറയുന്നു, ചില കുടുംബത്തിനകത്ത് ഇരുട്ടിന്റെ ശക്തികൾ കയറി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആർപ്പിന്റെ സ്ഥാനം ഉയരട്ടെ, സ്തുതി ഉയരട്ടെ, കുടുംബ പ്രാർത്ഥന ഉയരട്ടെ. ആത്മാവിന്റെ അത്യന്ത ശക്തി ഒന്ന് വിട്ടുകൊടുത്താട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ കൈവച്ച് പ്രാർത്ഥിക്കണ്ട. ഇവിടെ നിങ്ങൾ സംസാരിക്കുമെന്നല്ലേ, നിങ്ങൾ പറയുന്ന വാക്കിൽ അധികാരം വ്യാപരിക്കുന്നു. നിങ്ങൾ പറയുന്ന വാക്കിൽ അധികാരം വ്യാപരിക്കുന്നു. കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് സൗഖ്യമാക്കിയിരിക്കുന്നതിനായി സ്തോത്രം, വിടുതലയച്ചതിനായി സ്തോത്രം. ഈ വചനം അവരുടെ ഹൃദയത്തിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.